കോഴിക്കോട് വടകരയിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പരിശോധിക്കാനെത്തിയ പഞ്ചായത്ത് വനിതാ ജീവനക്കാരിക്ക് നേരെ അതിക്രമം. ചേറാട് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ലിൻഷിക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പ്രതിഷേധിച്ച പഞ്ചായത്ത് ജീവനക്കാർ പെൻ ഡൗൺ സമരം നടത്തി. പ്രതിയായ വീട്ടുടമയ്ക്കെതിരെ വടകര പോലീസ് കേസെടുത്തു. ചോറോട് ഗ്രാമപഞ്ചായത്തിലെ ക്രാഷ് മുക്കിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. പ്രദേശത്ത് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതായി ലഭിച്ച പരാതിയെ തുടർന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ലിൻഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്കെത്തിയത്. വാർഡ് മെമ്പറും പ്രേരകുമടങ്ങുന്ന സംഘം സ്ഥലത്തെത്തുമ്പോൾ പുനത്തിൽ മജീദ് എന്നയാളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇത് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങളാക്കാൻ ശ്രമിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് നേരെ വീട്ടുടമയും മകനും തിരിയുകയായിരുന്നു. ദൃശ്യങ്ങൾ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മജീദ് ലിൻഷിയുടെ കൈ തിരിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി. എൻ്റെ കയ്യിൽ കയറി പിടിച്ച് ഒരു കൈ കൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ ഞെക്കി പിടിച്ച് മറ്റേ കൈ കൊണ്ട് എൻ്റെ ഫോൺ പിടിച്ച് വാങ്ങാണ്. ഈ ഫോണിലെ സാധനം വീഡിയോ ഡിലീറ്റ് ചെയ്യാണ്ട് ഈ വീട്ടിൻ്റെ ഗേറ്റ് ഇറങ്ങി പോകില്ല എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാനിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഇപ്പോൾ വിടുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോണ് തട്ടിപ്പറിച്ച് ഈ ഡിലീറ്റ് ചെയ്യടി, ഇത് ഡിലീറ്റ് ചെയ്യടി, അല്ലാതെ നീ ഈ ഗേറ്റിൽ പുറത്ത് പോകില്ല. ഞാൻ എങ്ങനെയോ പിടിച്ച് വലിച്ച് തിരിക്കുകയാണ് എൻ്റെ കൈ പിടിച്ച് വലിച്ച് ഞാൻ എൻ്റെ വണ്ടീൻ്റെ ചാവി ഓണാക്കാൻ നിന്നപ്പോൾ വണ്ടീൻ്റെ ഫ്രണ്ടിൽ കയറി എന്നിട്ട് പറഞ്ഞു, ഇത് ഡിലീറ്റ് ചെയ്യാണ്ട് ഇനി എൻ്റെ ഗേറ്റ് വിട്ട് പോകില്ല, ഇത് ഡിലീറ്റ് ചെയ്യടി എന്ന് പറഞ്ഞു. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും വനിതാ ജീവനക്കാരിയെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ വടകര പോലീസ് കേസെടുത്തിട്ടുണ്ട്. വീട്ടുടമ പുനത്തിൽ മജീദിനെതിരെയാണ് കേസ്. അതേസമയം സഹപ്രവർത്തകയ്ക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ചോറോട് പഞ്ചായത്തിലെ ജീവനക്കാർ പെൻ ഡൗൺ സമരം നടത്തി. ജനപ്രതിനിധികളും പ്രതിഷേധവുമായി രംഗത്തു വന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.